പാട്ട് പുറത്തിറങ്ങുന്നതിന് മുന്നേ ഞാനത് 1000 1500 തവണ കേൾക്കും. എഴുതപ്പെട്ട് റെക്കോർഡ് ചെയ്ത് റഫ് കട്ട് കിട്ടിയിട്ട് ഞാൻ അതിൻ്റെ ഫൈനൽ റെക്കോർഡ് ചെയ്യാൻ മൈക്കിൻ്റെ അടുത്തേക്ക് പോകുന്നവരെ അതിന് ആയുസുള്ളൂ. അതിലേക്ക് എന്ത് ചേഞ്ച് വേണേലും വരുത്താം. അതിനുവേണ്ടി ആ പാട്ടിനെ ഞാൻ പല രീതിയിൽ ആസ്വദിച്ച് കേൾക്കും. അതെടുത്തു കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും, കഴിഞ്ഞ പരിപാടി. അതാ പറയുന്നത്, നമുക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന സോണിൽ വേണം നമ്മളെ കല പുറത്തു പോകാൻ. പറയുന്നത് ഡബ്സി. മാർക്കോ എന്ന ചിത്രത്തിലെ ബ്ലഡ് എന്ന ഫസ്റ്റ് സിംഗിൾ പുറത്തു വന്നതോടെ വിമർശനങ്ങളും പരിഹാസവും ഏറ്റുവാങ്ങുന്ന ഡബ്സി കഴിഞ്ഞ കുറച്ചു കാലമായി മലയാള സിനിമയിലെ ഹിറ്റ് പാട്ടുകളുടെ പാട്ടുകാരൻ, സ്പോട്ടിഫൈ പ്ലേലിസ്റ്റുകളിലെ മുൻനിരക്കാരൻ. അത്രയും സസൂക്ഷ്മം പാട്ടുകൾ പുറത്തിറക്കുന്ന ഡബ്സിക്ക് ബ്ലഡിൽ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ട് ഡബ്സിയെ മാറ്റി? 260 സ്റ്റേജുകൾ 360 ദിവസങ്ങൾ കൊണ്ട് കവർ ചെയ്ത ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളത് ഡബ്സി മാത്രമേ. നവംബർ 22 വൈകിട്ട് 5 മണിക്ക് മാർക്കോ എന്ന ഹനീഫ് അദീനി ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ പുറത്തു വരുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചത്. ഡബ്സിയും സലാർ, KGF തുടങ്ങിയ ചിത്രങ്ങളുടെ മ്യൂസിക് കമ്പോസറുമായ രവി ബസ്രൂറും ആദ്യമായി ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൊണ്ട് ആളുകൾക്കിടയിൽ അത്യാവശ്യം ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ബ്ലഡ്. എന്നാൽ പറഞ്ഞ സമയത്തിനുള്ളിൽ സിംഗിൾ പുറത്തു വന്നില്ല. പകരം ക്ഷമാപണം അറിയിച്ച് ഒരു പോസ്റ്റർ വന്നു. ഫസ്റ്റ് സിംഗിൾ പുറത്തുവിടുന്നതിൽ സാങ്കേതിക പ്രശ്നമുണ്ടെന്നും കോണ്ടന്റിൽ എക്സ്ട്രീം വയലൻസ് ഉള്ളതുകൊണ്ട് യൂട്യൂബ് പബ്ലിഷ് ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും ഉടൻ തന്നെ വേണ്ട മാറ്റങ്ങൾ വരുത്തി പാട്ട് പുറത്തിറക്കുമെന്നാണ് പോസ്റ്ററിലൂടെ അണിയറ പ്രവർത്തകർ അറിയിച്ചത്. അതായത് കോണ്ടന്റ് തിരുത്താൻ അധിക സമയവും വിലയിരുത്തൽ ചർച്ചയ്ക്കുള്ള സാധ്യതകളും അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും അധികം വൈകാതെ തന്നെ ഡബ്സി പാടിയ ബ്ലഡ് റിലീസിനെത്തി. റിലീസോടെ ഡബ്സിയും ബ്ലഡും പ്രേക്ഷകരുടെ പരമാവധി ഹേറ്റ് ഏറ്റുവാങ്ങി. അലറി വിളിക്കുന്ന ശബ്ദമെന്നും ഓട്ടോ ട്യൂണിൽ മാത്രമേ പാടാൻ അറിയൂ എന്നുമുള്ള കമന്റുകൾ വന്നു. പ്രതികരണങ്ങൾ കടുത്തതോടെ പാട്ടിലെ പ്രശ്നം മനസ്സിലാക്കിയെന്നറിയിച്ച് പ്രൊഡക്ഷൻ ഹൗസ് വീണ്ടും മറ്റൊരു പോസ്റ്റർ പുറത്തിറക്കുന്നു. മാർക്കോയുടെ ആദ്യ സിംഗിളിന് നിങ്ങൾ നൽകുന്ന അഭിപ്രായങ്ങളും നിരൂപണങ്ങളും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനും മികച്ചതൊരുക്കാനുമുള്ള അവസരമായി കണക്കാക്കുന്നു. പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന അവരുടെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ചുള്ള ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഇങ്ങനെ തുടങ്ങുന്ന പോസ്റ്ററിലൂടെ ഡബ്സിക്ക് പകരം KGF ഫെയിം സന്തോഷ് വെങ്കിയുടെ വോയിസ് ഉൾപ്പെടുത്തിയ പുതിയ പതിപ്പ് ഉടൻ പുറത്തിറക്കുമെന്നും മാർക്കോ ടീം അറിയിച്ചു. അങ്ങനെ വെറുതെ അറിയിച്ചു പോവുകയല്ല, വെറും 24 മണിക്കൂറുകൾ കൊണ്ട് പുതിയ വേർഷൻ റെക്കോർഡ് ചെയ്ത് മിക്സ് ചെയ്ത് റീ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കി. 2 ദിവസം കൊണ്ട് 2 മില്യൺ വ്യൂവേഴ്സ് ആണ് ഡബ്സിയുടെ വേർഷൻ ലഭിച്ചത്. സന്തോഷ് വെങ്കി പതിപ്പിന് ഇതുവരെയും ലഭിച്ചത് 1.5 മില്യൺ വ്യൂവേഴ്സും. അത്രയും മോശമെന്ന് പ്രൊഡക്ഷൻ ഹൗസ് പരസ്യമായി സമ്മതിച്ചെങ്കിലും യൂട്യൂബിൽ നിന്നും പഴയ വേർഷൻ ഇതുവരെയും പിൻവലിച്ചിട്ടുമില്ല. തുടർന്ന് ഡബ്സി അനുകൂലിച്ചും അണിയറ പ്രവർത്തകരെ പ്രശംസിച്ചും പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരണങ്ങളുമായി എത്തി. പ്രേക്ഷക പ്രതികരണങ്ങളെ വിലക്കെടുത്ത മാർക്കോ ടീമിന് കമന്റ് ബോക്സിലും ആരാധകരേറെയാണ്. അതേ സമയത്താണ് മുൻപ് ഒരു സ്റ്റേജ് പ്രോഗ്രാമിനിടെ ഡബ്സി ഒരു സൗണ്ട് എഞ്ചിനീയറോട് മോശമായി പെരുമാറിയതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച മ്യൂസിക് പ്രൊഡ്യൂസർ സത്യജിത്ത് ഫേസ്ബുക്കിലൂടെ കുറിപ്പ് വായത്തുന്നത്. കാര്യം ഡബ്സിയുമായി വ്യക്തിപരമായി വിയോജിപ്പുണ്ടെങ്കിലും ഇതൊരു ഇരട്ടത്താപ്പാണെന്നാണ് സത്യജിത്ത് പറയുന്നത്. ഒരു സൗണ്ട് എഞ്ചിനീയർ, മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന നിലയിൽ അയാളുടെ ശബ്ദം സോങ്ങിന്റെ പ്രീ റെക്കോർഡഡ് ഓഡിയോ ആണ് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അത് AI ഉപയോഗിച്ച് റീഡിസൈൻ ചെയ്ത് എടുത്തതാണെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകും. പാട്ടിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളിൽ എന്തോ തിരിമറി നടന്നിട്ടുണ്ട്. അത് വ്യക്തമാക്കാതെ മനഃപൂർവ്വം സോങ് റിലീസ് ചെയ്ത ശേഷം ആരൊക്കെയോ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുകയാണ്. ഒരു കലാകാരനെ, അവന്റെ ആവിഷ്കാരത്തെ ജനങ്ങൾ വെറുക്കുന്നു എന്ന നിലയിൽ വളച്ചൊടിച്ച് ഒരാളുടെ കഴിവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഫേസ്ബുക്കിലെ കുറിപ്പിൽ പറയുന്നത്. പ്രീ പ്രൊഡക്ഷൻ വർക്കിൽ നടന്ന അപാകതയാണ് ഈ ഗാനത്തിന്റെ തകർച്ചയ്ക്ക് പിന്നിലെന്ന് വ്യക്തമായി പറയാൻ പറ്റും. അത് ഒരു കലാകാരന്റെ മാത്രം തെറ്റായി ഉന്നയിക്കുന്നതും അത് അയാൾക്കെതിരെ ആയുധമാക്കി മാറ്റുന്നതും ശരിക്കും മേടപ്പായി തന്നെ തോന്നുന്നു എന്നും സത്യജിത്ത് പറയുന്നു. തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്ന ചില സംശയങ്ങൾ. എങ്ങനെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് സന്തോഷ് വെങ്കിയെ പോലെ തിരക്കേറിയ കലാകാരനെ കൊണ്ട് പാട്ട് പാടിച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ മുഴുവൻ പൂർത്തിയാക്കി പുറത്തിറക്കാനാവുന്നത്? എന്തുകൊണ്ട് ആദ്യ വേർഷൻ പിൻവലിക്കാതെ ഇപ്പോഴും അതേ ചാനലിൽ തന്നെ നിലനിർത്തുന്നു? ആദ്യ പതിപ്പ് പുറത്തിറക്കുന്നതിന് മുൻപ് എന്തുകൊണ്ട് അണിയറ പ്രവർത്തകർ പാട്ടിനെ കൃത്യമായി വിശകലനം ചെയ്യാതിരുന്നു? അതേസമയം നമുക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന സോണിൽ വേണം നമ്മുടെ കല പുറത്തിറങ്ങാൻ എന്ന് നിർബന്ധമുള്ള ഡബ്സി എന്തുകൊണ്ട് ബ്ലഡിൽ അത്തരം ഒരു അവലോകനത്തിന് മുതിർന്നില്ല? മാർക്കോ ടീമിന്റെ പ്രൊമോഷൻ വിദ്യകളാണ് ആദ്യം പുറത്തിറക്കിയ പോസ്റ്റർ എന്നും
ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കിയതെന്നും ഇതിനൊപ്പം വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതല്ല, ഡബ്സിയെയും സന്തോഷ് വെങ്കിയെയും കൊണ്ട് ആദ്യം തന്നെ 2 പതിപ്പുകൾ അണിയറ പ്രവർത്തകർ തയ്യാറാക്കി വെച്ചിരുന്നു എന്ന വാദങ്ങളും ഉയരുന്നുണ്ട്. ഇത് ഡബ്സി അറിഞ്ഞാണോ അല്ലാതെയാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സ്വന്തം പേര് ചീത്തയാക്കുന്ന തരത്തിലുള്ള പ്രൊമോഷൻ പരിപാടികൾക്ക് ഡബ്സിയെ പോലൊരു താരം നിന്നു കൊടുക്കുമോ? സംശയമാണ്. കാരണം ഈ പാട്ടുകൊണ്ട് അത്രയും വലിയ ചീത്തപ്പേരും ആരാധകരുടെ രോഷവുമാണ് സോഷ്യൽ മീഡിയയിൽ ഡബ്സിക്കെതിരെ ഉയർന്നത്. ഇതിലെല്ലാം മറുപടി പറയേണ്ടത് ഡബ്സിയാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുവരെയും, അതായത് ഇതുവരെയും വിദേശത്തെ സ്റ്റേജ് ഷോയിലുള്ള ഡബ്സിയുടെ പ്രതികരണങ്ങൾ ഒന്നും ഉണ്ടായിട്ടുമില്ല. ഗാനമേള ട്രൂപ്പുകളിലെ പാട്ടുകാരിൽ നിന്നും രാജ്യത്തെമ്പാടും വിദേശത്തും സ്റ്റേജ് ഷോകളും സ്വന്തം പ്രൊഡക്ഷനുമുള്ള ഒരു കലാകാരനിലേക്ക് ഡബ്സി ഒരു രാവിരണ്ട് തെളിഞ്ഞപ്പോൾ എത്തിച്ചേർന്നതല്ല. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനെ ജനകീയമാക്കി മാറ്റുന്നതിലും അതിലേക്ക് മലബാർ മാപ്പിള സംസ്കാരത്തെ ചേർത്ത് വെക്കുന്നതിലും മെയിൻ സ്ട്രീം മ്യൂസിക് കൾച്ചറുമായി ഇഴ ചേർക്കുന്നതിലും അയാളടങ്ങി ഒരു കൂട്ടം മനുഷ്യർ ഒഴുക്കിയ വിയർപ്പ് കുറച്ചൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ വിവാദത്തിലെ വസ്തുത തെളിയേണ്ടതുണ്ട്.